الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുബെ, പരിശുദ്ധമായ റജബ് മാസത്തിന് ഈ ജുമാ സമയത്തും ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹുബെ, ദിവസങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബഹുമാനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ റജബ് മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു അനുഗ്രഹം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. അത് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിൽ ഈ ആയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒന്നാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയാകുന്ന ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയുടെ ചെറിയ ഒരു ഭാഗം, ഒരു രാത്രി അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗത്തിൽ അള്ളാഹു ഉണ്ടാക്കി യാത്ര ചെയ്യിപ്പിച്ചു. അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സയാണ് ബാറക്കിന? അല്ലാഹു തആല പറയുന്നു, ഞങ്ങൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത്. അത്രയും ആ ചുറ്റുഭാഗത്ത് ബറക്കത്ത് ചെയ്ത ആ മസ്ജിദുൽ അഖ്സയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യിപ്പിച്ചു, സഞ്ചരിപ്പിച്ചു. ലിനുരിയഹു മിൻ ആയാതിന. അല്ലാഹു തആല പറയുന്നു, ഞങ്ങളെ ദൃഷ്ടാന്തങ്ങളെ, ഞങ്ങളെ ആയത്തുകളെ, ഒരുപാട് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുന്നലായിട്ട് എന്തിനാണ് അല്ലാഹു തആല ഇസ്റാഉം മിഅ്റാജും മുത്തുനബിയെ കൊണ്ട് നടപ്പിച്ചത്? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിൻ്റെ 10ാമത്തെ വർഷം. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷമായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ എളാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ എല്ലാ കാര്യവും ഏറ്റെടുത്തു നോക്കിയത് അബൂ ത്വാലിബായിരുന്നു. ആ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോൾ ഹബീബായ മുത്തുനബിക്ക് വല്ലാതെ ബേജാറായിപ്പോയി. മുത്തുനബി ദുഃഖിച്ചു. കാരണം എല്ലാ നിലക്കും ശത്രുക്കള്, അബൂജഹലിനെ പോലെയുള്ളവർ മുത്തുനബിയെ കൊല്ലാനും മുത്തുനബിയെ നാട്ടുനിട്ട് ആട്ടി ഓടിക്കാനും പല നിലക്കും ശ്രമിച്ചപ്പോൾ അതിനൊന്നും വിട്ടുകൊടുക്കാതെ താങ്ങും തണലായിട്ട് നിന്ന ഒരാളായിരുന്നു അബൂ ത്വാലിബ്. അതേപോലെ റസൂലുള്ളാഹിക്ക് താങ്ങും തണലായിരുന്ന, എല്ലാ സമ്പത്തും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച ഒരു മഹദിയാണല്ലോ റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന, നമ്മുടെ ഉമ്മയാകുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ആ ഉമ്മയും വഫാത്തായിപ്പോയി. ഈ രണ്ടാളുടെ മരണം, ഈ രണ്ടാളുടെ വഫാത്ത് മുത്തുനബിക്ക് വല്ലാതെ ബേജാറായിപ്പോയി. മുത്തുനബി ആ വിഷയത്തിൽ ദുഃഖിച്ചു. ആ ഒരു ദുഃഖത്തെ, ആ ഒരു ബേജാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇത് നുബുവത്തിന്റെ 11ാമത്തെ കൊല്ലം ഒരു തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെയുള്ളൊരു യാത്ര ചെയ്യിപ്പിച്ചു. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മുത്തുനബി വല്ലാതെ സന്തോഷിച്ചു. കാരണം അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് ആത്മാവോടുകൂടിയും തടിയോടുകൂടി റബ്ബിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ മുത്തുനബി മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു സ്ഥാനം, അങ്ങനത്തെ ഒരു ബഹുമാനം ഒരു നബീനുക്കും ഒരു മലക്കിനുക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല.
ഏതൊരു മലക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അത് എത്രയോ എത്രയോ മറയുടെ പിന്നിലാണ് അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തെ കണ്ടത്. അതേ സമയത്ത് ഹബീബായ മുത്തുനബി ഖുർആൻ പറഞ്ഞില്ലേ, വഹുവ ബിൽ ഉഫുഖിൽ അഅല. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറയും, സുമ്മ ദനാ ഫതദല്ല. അതാ റസൂൽ അള്ളാഹുവിലേക്ക് അടുത്തു, നേരെ അടുത്തു, ആത്മാവോട് കൂടിയും ജസദോട് കൂടിയും. ആ ഒരു സന്തോഷം പറയണം. അപ്പൊ ഈ വേജാറെല്ലാം ആ സന്തോഷത്തിൽ എന്തായി പോയി. ഒരു കാരണം അതാണ്, അറിയുന്നുണ്ട്. അതേപോലെ മിഅ്റാജ് നടത്താനുള്ള കാരണം എന്തെങ്കിലും ഈ ഇമാമിങ്ങൾ പറയുന്നു അവരെ കിതാബിലെയും. ഒരിക്കൽ ഈ കാണുന്ന വിശാലമായ ഭൂമി, ഈ ഭൂമിയിലാണല്ലോ പരിശുദ്ധമായ കഅബ ഷരീഫ് ഉള്ളത്. ഈ ഭൂമിയിലാണല്ലോ 1,24,000 അമ്പിയാക്കന്മാർ ജീവിച്ച് വളർന്ന് വലുതായി ദീനി ദഅവത്തും പ്രബോധനവും നടത്തി വഫാത്തായി പോയത്. അപ്പോ ഭൂമി ഒരു ദിവസം ആകാശ ലോകത്തിനോട് പറഞ്ഞു, ഓ ആകാശമേ, ഓ മേൽഭാഗത്ത് നിൽക്കുന്ന ആകാശമേ. ഈ ഭൂമി പറയുകയാണ്, കടലുകളും പുഴകളും പർവ്വതങ്ങളും നാടുകളും ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ ഈ എൻ്റെ പള്ളയിലാണ് ഉള്ളത്. കടലുള്ളത് എൻ്റെ പള്ളയിലാണ്, പുഴകളുള്ളതിൻ്റെ പള്ളയിലാണ്, പർവ്വതങ്ങൾ ഉള്ളത് എൻ്റെ പള്ളയിലാണ്. മനോഹരമാകുന്ന, കാണുമ്പോൾ എല്ലാവർക്കും കണ്ണ് കുളിർമയാകുന്ന കാര്യങ്ങൾ എൻ്റെ പള്ളയിലാണുള്ളത്. അതുകൊണ്ട് നിന്നേക്കാളും മഹത്വം എനിക്കാണുള്ളത് എന്ന് ഈ ഭൂമി ആകാശത്തിനോട് പവർ പറഞ്ഞു. അപ്പോൾ ആകാശം തിരിച്ചു പറഞ്ഞു, ഓ ഭൂമി, നിന്നേക്കാളും എത്രയോ മഹത്വമുള്ളവനാണ്, നിന്നേക്കാളും എത്രയോ എത്രയോ മഹത്വമുള്ളവ എനിക്കാണ്. എന്തേ? ദാ പ്രകാശിക്കുന്ന നിന്റെ പള്ളയിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും പ്രകാശം വേണോ? സൂര്യനുള്ളത് എന്നിലാണ്, ചന്ദ്രനുള്ളത് എന്നിലാണ്, നക്ഷത്രങ്ങളും ഗോളങ്ങളും അറുസും കുറുസും സ്വർഗവും നരകവും എല്ലാം എന്നിലാണുള്ളത്. നീ എന്തേ ഫവർ പറയുന്നത്? നിന്നെക്കാട്ടി വലിയ ഫവറല്ലേ. നിന്റെ പള്ളിയിൽ താമസിക്കുന്നവർക്ക് പ്രകാശം വേണോ? സൂര്യൻ വേണം, അത് എന്നിലാണുള്ളത്. നിന്നിൽ ചന്ദ്രൻ വേണോ? ആ ചന്ദ്രൻ എന്നിലാണ് ഉള്ളത്. നിന്റെ ഭൂമിനേക്കാളും ആകാശത്തിനേക്കാളും എത്രയെത്ര വണ്ണ വലിപ്പമുള്ള അറുസും കുറുസും സ്വർഗവും നരകവും എല്ലാം എന്നിലാണ് ഉള്ളത്. അപ്പൊ തിരിച്ച് ഭൂമി പറഞ്ഞു, ആഹാ, നിന്നിലെ ആകാശവും ഇത് സൂര്യനും നക്ഷത്രങ്ങളുള്ളല്ലേ, എങ്കിലീ അംബിയ മുർസലുകളും ഔലിയാക്കളും മുഅ്മിനീങ്ങളും സന്ദർശിച്ച് തവാഫ് ചെയ്യുന്ന കഅബാലയം ഉള്ളത് എന്നിലാണ്. പരിശുദ്ധമായ അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കഅബ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ഖിയാമത്ത് നാൾ വരെ സന്ദർശിച്ച് തവാഫ് ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ തവാഫ് ചെയ്യുന്ന കേന്ദ്രമാകുന്ന കഅബ എന്നിലാണ് ഉള്ളത്. ആകാശത്തിനൊക്കെ മറുപടി ഉണ്ട്. ആകാശം പറഞ്ഞു, ആകാശ ലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന, ആകാശലോകം പറയുകയാണ്, ആകാശ ലോകത്ത് മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മഅമൂറും അംബിയാ മുർസലുടെയും ഔലിയാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ആത്മാക്കളുള്ള ജന്നത്തുൽ മഅവയും എന്നിലാണുള്ളത്. നീ ഫവറൊന്നും പറയണ്ട. കഅബ ശരീഫിനെ പോലെയുള്ള ഒരു ഭവനം ബൈത്തുൽ മഅമൂർ, ആ ഭവനം എന്നിലാണ് ഉള്ളത്. എല്ലാ ദിവസവും ഇടവിടാതെ മലായിക്കകൾ തവാഫ് ചെയ്യുന്നു, മലായിക്കകൾ ഇബാദത്ത് ചെയ്യുന്നു. അതേപോലെ നിന്റെ പള്ളിയിൽ ജീവിച്ച് വഫാത്തായി പോയ അംബിയ മുർസലിങ്ങളുടെയും ഔലിയാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ആത്മാക്കളുള്ള ജന്നത്തുൽ മഅവ എന്നിലാണ് ഉള്ളത്. അപ്പൊ തിരിച്ച് ഭൂമി പറയുകയാണ്, എന്നാൽ മുർസലുകളുടെ നേതാവും അവസാനത്തെ നബിയും അള്ളാഹുവിൻ്റെ ഹബീബും സൃഷ്ടിജാലങ്ങൾ ഏറ്റവും ഉത്തമനായ ഏറ്റവും ബഹുമാനമുള്ള ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിലാണ് വാസസ്ഥലമാക്കിയത്. അവിടത്തെ ശരീരം, അവിടത്തെ പരിശുദ്ധമായ ശരീരം ഇന്നും ഹയാത്തോടെ ആ ശരീരമുള്ളത് എൻ്റെ പള്ളയിലാണ്. ഇത് അങ്ങ് ഭൂമി പറഞ്ഞപ്പോൾ
ഈ ഭൂമി പറഞ്ഞു, നിന്നെ പടക്കാൻ കാരണക്കാരനായ, എന്നെ പടക്കാൻ കാരണക്കാരനായ, ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും, എൻ്റെ ഹയാത്തും എൻ്റെ മരണവും ഖൈറാണെന്ന് പറഞ്ഞ ഹബീബായ മുത്തുനബിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം അല്ലാഹു തആല വെക്കാൻ തെരഞ്ഞെടുത്ത ആ മദീനത്തുൽ മുനവ്വറ, ആ സ്ഥലമുള്ളത് എന്നിലാണ്. ഇത് കേട്ടപ്പോൾ ആകാശത്തിലേക്ക് ഒരു മറുപടിയും ഇല്ല. ആകാശം അവിടെ നിന്ന് മിണ്ടാണ്ടായി പോയി. തിരിച്ചു കൊടുക്കാൻ ഒരു മറുപടിയും ഇല്ല. അപ്പോഴാണ് ആകാശം റബ്ബാകുന്ന അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഇലാഹി അന്ത തുജീബുൽ മുൽത്തറ ഇദാ ദഅക വഅന അജസ്തു അൻ ജവാബിൽ അർളി فأسألك أن تصعد محمدا صلى الله عليه وسلم إلي فأتشرف به. ഒരൊറ്റ ദുആ. ആകാശലോകം റബ്ബാകുന്ന അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ദുആരുന്നു, ഇലാഹി, എൻ്റെ ഇലാഹേ, എൻ്റെ റബ്ബേ, അന്ത തുജീബുൽ മുൽത്തറ ഇദാ ദഅക. ആരെങ്കിലും പ്രയാസപ്പെട്ട്, ആരെങ്കിലും ബേജാറോട് നിന്നെ വിളിച്ചാൽ, നിന്നെ ഒന്ന് വിളിച്ചാൽ, നിന്നോട് ഒന്ന് ദുആയിരുന്നാൽ, അല്ലാഹുവേ, ആ ദുആക്ക് നീ ഇജാബത്ത് നൽകുന്നവനാണ്. വഅന അജസ്തു അൻ ജവാബിൽ അർളി. ഭൂമിദാ ഫവർ പറയുന്നുണ്ട്, ആ ഭൂമിയുടെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് അല്ലാഹ്, ഫഅസ്അലുക അൻ തുസ്ഇദ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലയ്യ ഫഅതശറഫു ബിഹി. ആ ഹബീബായ മുത്തുനബിനെ ഒന്ന് ആകാശ ലോകത്തിലേക്ക് നീ കയറ്റി കൊണ്ടുവരണോ. ആ ഹബീബായ മുത്തുനബിനെ ഒന്ന് ആകാശ ലോകത്തേക്ക് ഒന്ന് കയറ്റി കൊണ്ടുവരണു. ആ ഹബീബായ മുത്തുനബി വന്നാൽ എനിക്ക് ഒന്നും കൂടി സ്ഥാനം കൂടുതലാകും. എന്നിട്ട് മാത്രമല്ല, വഅഫ്തഖർതു ബിഹിൽ അർള, ആ ആകാശത്ത് ഭൂമിയോട് ഞാൻ ഫവർ പറയും. നിന്റെ ഭൂമിയിലല്ലേ അമ്പിയാക്കന്മാരുള്ളത്, നിന്റെ ഭൂമിയിലല്ലേ ഹബീബായ മുത്തുനബി ജീവിക്കുന്നത്. എങ്കിൽ എനിക്കും പറയാനുണ്ട്. ആ ഹബീബായ മുത്തുനബി എൻ്റെ പള്ളിയിലും വന്നിട്ടുണ്ട്, എൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫവർ എനിക്കും പറയണം. അതുകൊണ്ട് അല്ലാഹ്, എനിക്ക് ആ ഹബീബായ മുത്തുനബിനെ ഒന്ന് കൊണ്ടുവരണം എൻ്റെ പള്ളിയിലേക്ക്. അല്ലാഹു തആല ആ ദുആക്ക് ഇജാബത്ത് നൽകി. ആ ദുആക്ക് ഇജാബത്ത് നൽകി. അതാണ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 27-ാം ദിവസം, ഒരു തിങ്കളാഴ്ച രാത്രി, അബൂ ത്വാലിബിന്റെ മകൾ, അബൂ ത്വാലിബ് ആരാണ്? റസൂലുള്ളാഹിന്റെ എളാപ്പയാണ്. അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഹബീബായ മുത്തുനബി കടന്നുറങ്ങുമ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ വന്ന് വിളിക്കുകയാണ്. കടന്നുറങ്ങിയിട്ടുള്ളത് ഉമ്മുഹാനിന്റെ വീട്ടിലാണ്. ഹബീബായ മുത്തുനബി വിളിക്കുകയാണ്, നമുക്കൊന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് പോകണം. അവിടെ നേരെ മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നതല്ല, ഒന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് പോകണം. ഈ ദുആക്ക് ഉത്തരം കൊടുത്തിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകണം, നീ സ്വർഗത്തിൽ പോകണം. പോയിട്ട് അവിടെ ഒരു വാഹനമുണ്ട്, ആ വാഹനത്തിൽ എന്താക്കണം? മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഏതാണ് വാഹനം? സ്വർഗത്തിൽ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പോയി ചെയ്തത്? ആ വാഹനത്തിന്റെ പേരെന്താണ്? എത്ര വാഹനമായിരുന്നു അന്ന് സ്വർഗത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടത്? ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ